ഇത് നോക്കിയേ, ഇപ്പൊ പോളിഷ് ചെയ്തതിന്റെ സംഭവമാണ്. ഇത് കണ്ടോ, ഒന്ന് കറങ്ങിയുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. എന്ത് കളറാന്ന് നോക്കി. അപ്പൊ സുഹൃത്തുക്കളെ, ഞാൻ കഴിഞ്ഞ ദിവസം കോതമംഗലത്തോടെ ഇങ്ങോട്ട് പോകുമ്പോൾ ഇതുണ്ടോ, ഈ ഒരു ബോർഡ് കണ്ടു. വീടുകളിലെ പഴയതും നിറം മങ്ങിയതുമായ ഓട്, പിത്തള, ചെമ്പ് പാത്രങ്ങൾ പോളിഷ് ചെയ്ത് നൽകുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ കണ്ടിട്ട് എന്റെ വീട്ടിൽ ഒന്ന് രണ്ട് സാധനം ഉണ്ടായിരുന്നു. അപ്പൊ അതായിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. അപ്പൊ വേറെ ഒന്നുമല്ല, ഇതാണ് ഒരു തേപ്പോട്ടി. ഇതുണ്ടോ, ഇത് പഴയത് വീട്ടിൽ കിടന്നതാണ്. പിന്നെ ഒരു ഫ്ലവർ വേസ് ഉണ്ട്, ഇതും ഉണ്ട്. അപ്പൊ ഈ സാധനം ഒക്കെ ഉണ്ടല്ലോ, ഇതുപോലെ ആക്കി തരുമെന്നാണ് ഇവിടെ എഴുതി വെച്ചേക്കണം. ഇതുണ്ടോ, ഈ കളർ ആക്കി തരുമെന്നാണ് പറയണത്. അപ്പൊ എന്തായാലും നമുക്ക് ചോദിച്ചോക്കാം. വാ. അല്ല സുഹൃത്താ, അതെ, എന്റെ വീട്ടിൽ ഒന്ന് രണ്ട് പുരാവസ്തു ആയിട്ടാണത്. ഇതൊന്ന് വെളുപ്പിച്ച് തരാൻ പറ്റൂലേ? എന്നാ ചെയ്തല്ലോ. ഒരു തേപ്പോട്ടി ഉണ്ട്. ഇതൊക്കെ നല്ല കളറാക്കി തരുമോ? ഇതേപോലെ അതെ, ഇരിക്കണോ? ഈ കളറാക്കി തരൂല. അപ്പൊ ഞാന് ഇപ്പൊ തന്നെ തരുവാണോ? ഇപ്പൊ തന്നെ. ഇത് ഇത്തിരി താമസമുണ്ട്, കാരണം ഇത് ഇത്തിരി പഴയതായതുകൊണ്ട് ഇത്തിരി താമസം. ഇത് പഴയതായതുകൊണ്ട് ഇച്ചിരി താമസം. നല്ല പഴക്കമുള്ള സാധനമാണ്. അത് തന്നെ. ഇതൊരു ഇത്തിരി പുതിയ ഐറ്റമാണ്. ഇതിപ്പോ നേരത്തെ ഇപ്പൊ തന്നെ ചെയ്തുതരാം. ഇത് നിങ്ങൾ പതുക്കെ സമാധാനമായിട്ട് ചെയ്താൽ ഇതൊരു 3 മണിക്കൂർ താമസം വരും. ഇത് പുതിയതായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ചെയ്ത് മതി, കുഴപ്പമില്ല. അപ്പൊ ഇതൊന്ന് ശരിയാക്കി താ. ഇത് പിന്നെ തന്നാ മതി. അപ്പൊ ഇത് ഇങ്ങനെ പോളിഷ് ചെയ്യണാണല്ലേ? ഇത് പോളിഷ് ചെയ്യണം. നമുക്ക് ആദ്യം നന്നായിട്ട് ഒത്തിരി പഴയ. ഇത് നോക്കിയേ, ഇപ്പൊ പോളിഷ് ചെയ്തതിന്റെ സംഭവമാണ്. ഇത് കണ്ടോ, ഒന്ന് കറങ്ങിയുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. എന്ത് കളറാന്ന് നോക്കി. അപ്പൊ ഇത് കഴിഞ്ഞോ? തീർന്നേക്കാം. ഇത്രയും സമയമുള്ളോ? അപ്പൊ നിസ്സാര സമയം കൊണ്ട് പരിപാടി കഴിഞ്ഞു. ഇതന്നെ ചൂടുണ്ടോ? വർക്ക് ചെയ്തതിന്റെ. ഇതിപ്പോ നിലവിലെ എല്ലാം കഴിഞ്ഞു വെച്ചേക്കണയാണോ? ഇതിപ്പോ തീർത്ത് വെച്ചേക്കണ ഐറ്റാണ്. തീർത്ത് വെച്ചേക്കണ ഐറ്റാണ്. ഇപ്പൊ ഞാൻ കാണിച്ചു തരാന്നത്. ഇതല്ലേ, ഇത് ചെയ്യാൻ കൊണ്ടേക്കുന്ന ഡോറിന്റെ ലോക്കല്ലേ? ഡോറിന്റെ വരുന്ന പഴന്ന ഇതൊക്കെ ഇങ്ങനെ ഈ കളറാക്കി വെച്ച് ആ ഒരു ഫിനിഷിംഗ് നമുക്ക് ചെയ്തു തരാം. ഇത് എങ്ങനെയാ ചെയ്യണത്? ഇത് ചെയ്യണ എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറത്തൊരു കോട്ടിംഗ് ഉണ്ട്. ആ കോട്ടിംഗ് നമ്മളൊരു കെമിക്കൽ ഇട്ടത് കോട്ടിംഗ് റിമൂവ് ചെയ്യണം. റിമൂവ് ചെയ്തതിന് ശേഷം ആസിഡിൽ വാഷ് ചെയ്ത് നമ്മൾ മോട്ടറിൽ ഗ്രൈൻഡ് ആസിഡിലൊക്കെ ഇട്ട് വാഷ് ചെയ്യണം. വേറെ പരിപാടി ഉണ്ട്. എന്നിട്ടാണ് പോളിഷ് ചെയ്യുന്നത്. താമസം പെട്ടെന്ന് തന്നെ ചെയ്തു കൊടുക്കാം. പെട്ടെന്ന് ഞാൻ പഴക്കം അനുസരിച്ച് നമുക്ക് താമസം വരും. പഴക്കില്ലാത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തീർത്തില്ല. ഇതുകൊണ്ട് ആ കുടുംബപ്പേറുള്ള കളറും ഇപ്പോഴത്തെ കളറും നിങ്ങളൊന്ന് നോക്കിയാൽ മനസ്സിലാവുമല്ലോ. സ്വർണത്തിന്റെ കളറായി സാധനത്തിന്. അപ്പൊ ഞാനിപ്പോ ഒരു തേപ്പോട്ടിയും ഈ സാധനമാണ് കൊടുക്കുന്നത്. തേപ്പോട്ടി കുറച്ച് താമസം ഉണ്ട്, കാരണം ഒരുപാട് പഴക്കമുള്ള സാധനമാണ്. അതും ഇതേ കളറാക്കി തരില്ലേ? അതെ, ഏകദേശം ഇതേ കളർ തന്നെ. ഏകദേശം ആക്കി തരും. അപ്പൊ ഇച്ചിരി താമസം ഉണ്ടെന്നുള്ളൂ. ഇത് ആണ്ട് നിസ്സാര സമയം കൊണ്ട് റെഡിയാക്കി തന്നു. അപ്പൊ എനിക്കൊരു സംശയം, ഇത് നിങ്ങൾ എത്ര വർഷമായി തുടങ്ങിയിട്ട്? ഞങ്ങൾ ഇവിടെ എന്റെ പ്രായമുണ്ട് ഈ സ്ഥാപനം. എന്റെ പ്രായമുണ്ട്. എനിക്ക് 40 വയസ്സായി. എന്റെ പ്രായമുണ്ട്. 40 കൊല്ലമായിട്ടുള്ള കോതമംഗലത്തിലുള്ള സ്ഥാപനമാണ്. എന്റെ വാപ്പ നടത്തിക്കൊണ്ടിരുന്നതാണ്. പിതാവായിട്ടുള്ളതാണ്. വാപ്പ ഈ പറഞ്ഞാൽ മൂവാറ്റുപുഴ ഇപ്പൊ ഒരു ചെറിയ ബ്രാഞ്ച് ആയിട്ട് വാപ്പ ഇരിക്കുന്നുണ്ട്. മൂവാറ്റുപുഴ ചെറിയ ബ്രാഞ്ച് ജീവിതത്തിൽ ഞാൻ ഇത് കണ്ടിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചാട്ടോ. ഒന്നും വിചാരിക്കരുത്. അതേപോലെ മൂവാറ്റുപുഴ ഉല്ലാപ്പള്ളി എന്ന് പറയും. ഉല്ലാപ്പള്ളി ആരപ്പുഴ പണ്ടപ്പള്ളി വഴി അവിടെയാണ്. അതെ. അതേപോലെ നമ്മുടെ ഈ ബൈക്കിന്റെ കാറിന്റെ ഒക്കെ മങ്ങിയ ഗ്ലാസ് ഐറ്റംസ് ഒക്കെ നമുക്ക് പോളിഷ് ചെയ്ത്. ഗ്ലാസ് എന്ന് പറയുമ്പോൾ ചില്ലിന്റെ ഫൈബർ ആണല്ലോ. വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ഫൈബർ ആയിരിക്കും. അതിന്റെ അതൊക്കെ നമുക്ക് പുതിയതാക്കി നമുക്ക് കൊടുക്കും. ബൈക്കിന്റെ പാർട്സുകൾ ചെറിയ നിക്കലിങ്ങിന്റെ ഇതൊക്കെ ഉണ്ട്, നമ്മൾ ചെയ്ത് കൊടുക്കാം. ഇത് പോളിഷിങ്ങിന്റെ ഇതുണ്ട്, അത് നമ്മൾ ചെയ്ത് സ്റ്റീൽ കളറാക്കി കൊടുക്കാം. കോതമംഗലത്ത് വേറെ നിലവിൽ ആരും ഇല്ല എന്നുള്ളതായിട്ട് അറിവില്ല. എന്തായാലും നിങ്ങള് 40 വർഷമായിട്ടുള്ള എന്റെ പ്രായമുണ്ട്. എന്റെ പ്രായമുണ്ട്. ഇവിടെ തന്നെയാണോ? അല്ല, ഞങ്ങൾ ആദ്യം മറ്റേ ഹൈ റേഞ്ച് ഇങ്ങോട്ട് മാറിയിട്ട് എത്ര നാളായി? മാറിയിട്ട് ഒരു 15 വർഷമായിട്ട്. 15 വർഷമായിട്ട്. അത്യാവശ്യം പണികൾ വരുന്നില്ല. പണി കുഴപ്പമില്ല. ഇപ്പൊ ഇത്തിരി ഔട്ട് ഓഫ് സീസൺ ആണ്. സീസണല്ലോ. പിന്നെ ഒരുപാട് വീടുകളിലൊക്കെ ഈ സാധനം ഇരിപ്പുണ്ട്. പലർക്കും ഇങ്ങനെ തൂക്കി കൊടുക്കും ആക്രിക്കാർ വരുമ്പോ. കാരണം ഇതിങ്ങനെ ഇത് കണ്ടോ, ഇത് ഇപ്പൊ സെക്കൻഡ് ആയിട്ട് വന്നേക്കുന്ന സാധനമാണ്. ഇതിന്റെയൊക്കെ കളർ കണ്ടോ? ഇത് കളർ കാണുമ്പോ തന്നെ നമുക്കൊരു വളരെ അസ്വസ്ഥത ഈ കളർ കാണുമ്പോ. അപ്പൊ ഇതൊക്കെ ഈ ആക്രിക്കടയിലൊക്കെ കൊണ്ടുപോയി കൊടുക്കും ഈ സാധനം. പക്ഷെ ഇവരുടെ അടുത്ത് കൊണ്ടുവന്നാലും അതെ ഇതേ കളറാക്കി തരും കേട്ടോ. അപ്പൊ നിങ്ങളുടെ വീട്ടിലൊക്കെ ഈ പുരാവസ്തു ഐറ്റംസ് ഇതുപോലെ കളർ പോയി കിടക്കുന്ന സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. അപ്പൊ ഈ സുഹൃത്തിന്റെ നമ്പർ വീഡിയോയുടെ അടിയിൽ കൊടുത്തേക്കാം. അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് മൂവാറ്റുപുഴ കോതമംഗലം റൂട്ടില് സബ് സ്റ്റേഷൻ പഠിക്കാട്ടോ.